أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. സൂറത്തുൽ കഹ്ഫിലെ 66 മുതൽ 70 വരെയുള്ള ആയത്തുകൾ. ഖാല ലഹു മൂസ, മൂസ അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ അത്തബിഉക, ഞാൻ താങ്കളെ പിന്തുടരട്ടെയോ, അലാ അൻ തുഅല്ലിമനി, താങ്കൾ എനിക്ക് പഠിപ്പിക്കുക എന്നതിന്മേൽ, അഥവാ എന്ന നിബന്ധനയിൽ എന്നർത്ഥം. മിമ്മാ ഉല്ലിംത, താങ്കൾ പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന്, റുഷ്ദ, സന്മാർഗമായിട്ട് അല്ലെങ്കിൽ വിവേകമായിട്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നക, നിശ്ചയം താങ്കൾ, ലൻ തസ്തതിഅ, ഒരിക്കലും താങ്കൾക്ക് കഴിയുകയില്ല, മഴിയ, എൻ്റെ കൂടെ, സബ്റ, ക്ഷമിക്കാൻ, ക്ഷമ കഴിയുകയില്ല എന്നർത്ഥം. വകൈഫ തസ്ബിറു, താങ്കൾ എങ്ങനെ സഹിക്കും, അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ, അലാ മാ, ഒന്ന്, ലം തുഹിത്, താങ്കൾ വലയിലാക്കിയിട്ടില്ല എന്നാണ്, അഥവാ കരസ്ഥമാക്കിയിട്ടില്ല, ബിഹി, അതേ സംബന്ധിച്ച്, ഖുബ്റ, ഒരു വിവരങ്ങളും. താങ്കൾക്ക് വിവരങ്ങളില്ലാത്ത, അറിവുകളില്ലാത്ത കാര്യത്തിൽ എങ്ങനെ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയും. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, സതജിദുനി, താങ്കൾക്ക് എന്നെ കാണാം, ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ, സാബിറ, ക്ഷമാലുവായിട്ട് അല്ലെങ്കിൽ ക്ഷമിക്കുന്നവനായിട്ട്, വലാ അഅസീ ലക, ഞാൻ താങ്കളെ ധിക്കരിക്കുകയില്ല, അംറ, ഒരു കാര്യത്തിലും. ഖാല, അദ്ദേഹം പറഞ്ഞു, ഫ ഇനിത്തബഅതനി, ഫ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ, ഇൻ ആണെങ്കിൽ എന്നർത്ഥം, ഇത്തബഅതനി, താങ്കൾ എന്നെ പിന്തുടരുക, എന്നാൽ താങ്കൾ എന്നെ പിന്തുടരുകയാണെങ്കിൽ, ഫലാ തസ്അൽനി, താങ്കൾ എന്നോട് ചോദിക്കരുത്, അൻ ഷൈഇൻ, ഒരു കാര്യത്തെ സംബന്ധിച്ചും, ഹത്താ ഉഹദ്ദിസ ലക, ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരുന്നത് വരെ, അല്ലെങ്കിൽ ഹദ്ദസ, സംസാരിച്ചു എന്നാണല്ലോ, ഉഹദ്ദിസ അതുതന്നെയാണ് വാക്ക്, അഥവാ ഞാൻ വിവരിച്ചു തരുന്നത് വരെ, മിൻഹു, അതേ സംബന്ധിച്ച്, ദിക്റ, ഉത്ബോധനമായിട്ട്. മൂസ അലൈഹിസ്സലാമിനെ പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച, മൂസ അലൈഹിസ്സലാമിനോട് പോയി കാണാൻ അള്ളാഹു പറഞ്ഞ അടിമ അദ്ദേഹത്തെ കണ്ടുമുട്ടി. അത് വളരെ അത്ഭുതകരമായ ഒരു സംഗമം ആയിരുന്നു. അങ്ങനെ കണ്ട അദ്ദേഹത്തോട് മൂസ അലൈഹിസ്സലാം തഫ്സീറുകളുടെ വിവരണത്തിൽ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്, കണ്ടു.
പരിചയപ്പെട്ടു. ഇന്നയാളാണോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അതിൻ്റെ മുമ്പ് സലാം പറഞ്ഞു. അങ്ങനെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും കഥയിൽ പറയുന്നില്ല, കാരണം കഥയിൽ അതൊന്നും പ്രസക്തമല്ല. അതുകൊണ്ടാണ് അത് പറയാത്തത്. അങ്ങനെ പിന്നീട് കാര്യത്തിലേക്ക് കടന്നു. അപ്പോൾ മൂസ അലൈഹിസ്സലാം ഖളിർ എന്ന് പണ്ഡിതന്മാർ പേര് പറഞ്ഞിട്ടുള്ള ആ അള്ളാഹുവിൻ്റെ അടിമയോട് ചോദിച്ചു, ഹൽ അത്തബിഉക അല അൻ തുഅല്ലിമനി മിമ്മ ഉല്ലിംത റുഷ്ദ. താങ്കൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സന്മാർഗം അല്ലെങ്കിൽ വിവേകം അഥവാ ജ്ഞാനം അത് എനിക്ക് പഠിപ്പിച്ചു തരിക എന്ന ഒരു കണ്ടീഷനിൽ ഞാൻ താങ്കളുടെ കൂടെ പോരട്ടെയോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും നബിമാരെ പഠിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു തആല സാധാരണ ചെയ്യുക ഒരു മലക്കിനെ അയക്കുകയാണോ? അങ്ങനെ അല്ലല്ലോ. ഒരു മലക്കിനെ അയക്കുകയാണല്ലോ ചെയ്യുക, അല്ലാതെ ഇങ്ങനെ തേടിപ്പിടിക്കുവാൻ ആവശ്യപ്പെടുകയല്ലല്ലോ ചെയ്യുക. എന്നാൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ അത് തന്നെ വേറെയും സംഭവിക്കുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിനോട് ചെങ്കടൽ കടന്നിട്ട് അല്ലാഹു തആല ആവശ്യപ്പെട്ടത് അനുയായികളെ, സമൂഹത്തെ അഥവാ ബനി ഇസ്രായേല്യരെ സീനായിൽ നിർത്തിയിട്ട് ഒരു മാസക്കാലത്തേക്ക് സീനായി പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിലേക്ക് കയറി ചെല്ലാനാണ്. വിജ്ഞാന സമ്പാദനത്തിനും അള്ളാഹുവിനോടുള്ള മുനാജാത്തിൻ്റെയും ആവേശത്തിൽ മൂസ അലൈഹിസ്സലാം 10 ദിവസം നേരത്തെ ചെന്നു. ആ 10 കൂടി അല്ലാഹു തആല അംഗീകരിച്ചു. അങ്ങനെ 40 ദിവസം വൈദ് വഅദ്ന മൂസ 40 ലൈലത്തൻ എന്ന് സൂറത്തുൽ ബഖറയിൽ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിനെ എന്തിന് പർവ്വത ശിഖരങ്ങളിലേക്ക് വിളിച്ചു കൊണ്ടുപോകണം? എന്തുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊടുത്തതുപോലെ അത് ഇങ്ങോട്ട് കൊടുത്തുകൂടാ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് പ്രസക്തിയില്ല. അല്ലാഹു തആല അങ്ങനെയാണ് തീരുമാനിച്ചത്. അത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ച് വാങ്ങേണ്ടതുണ്ടോ ഇങ്ങനെ ഒരു അനുവാദം? ഞാൻ താങ്കളുടെ കൂടെ പോരട്ടെയോ എന്നും, പിന്നെ അദ്ദേഹം പറ്റില്ല, താങ്കൾക്കത് സാധിക്കുകയില്ല എന്നുമൊക്കെ ഇങ്ങോട്ട് പറയുന്ന ഒരു രീതി ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ആണോ ഒരു നബിയോട് ഒരു മലക്ക് സമീപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ജീവിതത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഹിറാ ഗുഹയിൽ വന്നിട്ട് ഇഖ്റ, വായിക്ക് എന്ന് പറയുക, മാ അന ബിഖാരിഇൻ, ഞാൻ വായിക്കുന്നവനല്ല എന്ന് പറയുക, വീണ്ടും പറയുക, അവസാനം മുറുകെ പുണരുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണല്ലോ. അപ്പോൾ അതുപോലുള്ള ഒരു സീനാണ് യഥാർത്ഥത്തിൽ ഖളിറും മൂസായും തമ്മിലുള്ള ഈ സംഭാഷണവും. അഥവാ അതിനൊരു സ്വാഭാവികത ഉണ്ട്, അല്ലാതെ ഒരു ആപ്പീസിൽ മുൻകൂട്ടി വിളിച്ചു വരുത്തുന്നയാൾ വന്നതുപോലെയുള്ള ഒരു പ്രതികരണമല്ല ഉള്ളത്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം അതുകൊണ്ട് തന്നെ ചോദിച്ചു, താങ്കൾക്കുള്ള അജ്ഞാനം എനിക്ക് പകർന്നു തരാൻ പറ്റുന്ന വിധം താങ്കളുടെ കൂടെ ഞാൻ വരട്ടെയോ എന്ന്. അദ്ദേഹം മറുപടി പറഞ്ഞു, ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ. ഹിറാ ഗുഹയിൽ വെച്ച് ഞാൻ വായിക്കുന്നവനല്ല എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാമിനോട് അങ്ങോട്ടാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഖളിർ മൂസ അലൈഹി സ്വലാമിനോട് ഇങ്ങോട്ട് പറയുകയാണ്, ഇത് താങ്കൾക്ക് പറ്റുകയില്ല, ഇത് താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ. താങ്കൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളിൽ, അറിവ് കിട്ടിയിട്ടില്ലാത്ത കാര്യങ്ങളിൽ എങ്ങനെയാണ് ക്ഷമിക്കുക? മൂസ അലൈഹി സ്വലാമിൻ്റെ കഥ അല്ലാഹു തആല വേറെയും പറഞ്ഞു തരുന്നുണ്ട്. ക്ഷമിക്കാൻ അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാതിരുന്നതിൻ്റെ കഥ. മൂസ അലൈഹി സ്വലാം നബിയാകുന്നതിൻ്റെ മുമ്പ് യുവാവ് ആയിരിക്കെ കൊട്ടാരത്തിൽ നിന്ന് അതിരാവിലെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ബനി ഇസ്രായേല്യനായ ഒരുത്തനെ മർദ്ദിക്കുന്നുണ്ട് കിബിത്തി. മൂസ അലൈഹി സ്വലാമിന് അത് സഹിച്ചില്ല. ചെന്നിട്ട് കിബിത്തിയെ ഒന്ന് കൊടുത്തു. ഫവക്കസഹു മൂസ വഖല അലൈഹി. പിറ്റേന്ന്
അതേ ആളെ കണ്ടു. അത് കെണിയാണ് എന്ന് അത് മനസ്സിലായി. അങ്ങനെയാണ് മൂസ അലൈഹി സ്വലാം അവിടെ നിന്ന് പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ അത് അബദ്ധമായി പോയി, ഇന്നലെ ചെയ്തത് അബദ്ധമായി എന്ന് പിന്നീട് ഖേദിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ധാരണ മുൻകൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ അടി അടിക്കേണ്ടി വരുമായിരുന്നില്ല. ആ അടി കൊണ്ടിട്ട് അയാൾ മരിച്ചത് മൂലമാണ് മൂസ അലൈഹി സ്വലാം അവിടെ നിന്ന് പോകേണ്ടി വന്നത്. പക്ഷേ ആ പോകേണ്ടി വന്നതുകൊണ്ട് പിന്നീട് വിലയിരുത്തുമ്പോൾ അന്ന് ഒരു ദുരന്തമായിട്ടാണ് തോന്നിയത്. പിന്നീട് വിലയിരുത്തുമ്പോൾ അത് ഒരു ഗുണമായിട്ടാണ് ഭവിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആദ്യം ക്ഷമിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? ഈ പോക്കിൽ ഇതിൻ്റെ ഫലമായി ഇന്നെന്താണ് ഉണ്ടാവുക, നാളെ എന്താണ് ഉണ്ടാവുക, ഞാൻ പിടികൂടപ്പെടാനുള്ള വേദി ഒരുങ്ങുകയാണ് ചെയ്യുക, രംഗം ഒരുങ്ങുകയാണ് ചെയ്യുക, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരികയാണ് നാളെ സംഭവിക്കുക എന്നൊന്നും ഇന്ന് അടിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ല. എന്നാൽ ആ പോക്ക് കൊണ്ട് പിന്നീട് ഖൈറാണ് ഉണ്ടാകുക അതും അറിയില്ല. അതൊന്നും വിചാരിച്ചുകൊണ്ടല്ല ഫവക്കസഹു മൂസ ഫഖല അലൈഹി എന്നതുപോലെയുള്ള ഒരു മനസ്ഥിതിക്കാരനാണല്ലോ മൂസ അലൈഹിസ്സലാം. വളരെ പെട്ടെന്ന് പ്രതികരിച്ച് കളയുന്ന, വരുംവരായികകൾ ഓർക്കാതിരിക്കുന്ന ഒരു രീതി ഉണ്ട്. അത് മൂസ അലൈഹിസ്സലാമിൻ്റെ പ്രകൃതമായതുകൊണ്ട് ആയിരിക്കാം അല്ലാഹു തആല ഈ ചോദ്യം ചോദിപ്പിച്ചത്. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ. എന്താ സംഭവം എന്നറിയാത്ത സംഗതികളിൽ താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? അതിന് മൂസ അലൈഹിസ്സലാം പറയുന്ന മറുപടി, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ വലാ അഅസി ലക അംറ. വിജ്ഞാനത്തിന് വേണ്ടി എന്തും, അഥവാ അല്ലാഹു തആല എനിക്ക് തരാനുള്ള ഈ അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി എത്രയും ക്ഷമിക്കുന്നവനായിട്ട്, ഒട്ടും ധിക്കരിക്കാത്തവനായിട്ട് താങ്കൾക്ക് എന്നെ കാണാം എന്ന ദൃഢനിശ്ചയം മൂസ അലൈഹിസ്സലാം പ്രകടിപ്പിച്ചു. ആവേശമാണ്. സിനായ് മലയിലേക്ക് ഒരു മാസത്തേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ 10 ദിവസം മുന്നേ ചെന്നതുപോലെ, ശരി, വിജ്ഞാനം കരസ്ഥമാക്കുവാൻ വേണ്ടി എന്തും ക്ഷമിക്കാൻ ഞാൻ സന്നദ്ധമാണ്. ജ്ഞാന സമ്പാദനത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടീഷനായിട്ട് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല പാടുന്ന ബൈത്തിലുണ്ട്, ദീർഘകാലം ക്ഷമിക്കാൻ കഴിയുന്നവനെ വിജ്ഞാനം കരസ്ഥമാക്കാൻ കഴിയുള്ളൂ എന്ന്. സക്കാഉൻ വഹിർസുൻ വസ്തിബാറുൻ ബുൽഗത്തുൻ വ ഇർഷാദ് ഉസ്താദിൻ വ തൂല സമാനി. വിജ്ഞാന സമ്പാദനത്തിന് ബുദ്ധി വേണം, ആർത്തി വേണം, പിന്നെ ക്ഷമ വേണം, അതുപോലെ സംവിധാനങ്ങൾ വേണം, അതുപോലെ വിവരമുള്ളവനായ ഒരു ഉസ്താദിൻ്റെ മാർഗദർശനം വേണം. ഇവിടെ റുഷ്ദ എന്നാണല്ലോ പറഞ്ഞത്, അവിടെ ഇർഷാദ് ഉസ്താദിൻ എന്നാണ്. അതുപോലെ തൂല സമാനി, കുറച്ച് കാലം വേണം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം ക്ഷമാപൂർവം പിന്നാലെ നടന്നാൽ മാത്രമേ വിജ്ഞാനം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ മൂസ അലൈഹിസ്സലാം ഈ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടി എത്ര ക്ഷമിക്കാനും ഞാൻ തയ്യാറാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഔ അംലിയ ഹുഖുബ, ദീർഘകാലം ഇദ്ദേഹത്തെ കാണുന്നത് വരെ, കണ്ടുമുട്ടിയാൽ ഈ സമുദ്രത്തിൻ്റെ സംഗമസ്ഥാനത്ത് എത്തുന്നത് വരെ, അല്ലെങ്കിൽ ദീർഘകാലം അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് വരെ സഞ്ചരിക്കാനുള്ള ഒരുക്കവുമായിട്ടാണ് നമ്മൾ പുറപ്പെടുന്നത് എന്ന് അദ്ദേഹം തൻ്റെ ഭൃത്യനോട്, യൂഷ ഇബ്നു നൂനിനോട് എന്ന് കരുതപ്പെടുന്നു, മൂസ അലൈഹിസ്സലാം പറയുന്നുണ്ട്. അങ്ങനെ പഠിച്ചിട്ടേ തിരിച്ചു വരൂ എന്ന നിലയിൽ ഇറങ്ങിത്തിരിച്ച മൂസ അലൈഹിസ്സലാം സ്വാഭാവികമായിട്ടും ഖദിറിനോട് എന്തും ക്ഷമിക്കാൻ തയ്യാറാണ്, ഒട്ടും ധിക്കരിക്കുകയില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നീട് സംഭവിക്കുന്നതൊക്കെ മറ്റു കാര്യങ്ങളാണ് എന്ന് മാത്രം. അതിന് ഖദിർ മറുപടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഖാല ഫഇനിത്തബഅതനി ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഫഇനിത്തബഅതനി, എന്നാൽ താങ്കൾ എൻ്റെ പിന്നാലെ വരികയാണെങ്കിൽ, ഫലാ തസ്അൽനി അൻ ഷൈഇൻ, ഒരു കാര്യത്തെക്കുറിച്ചും ഇങ്ങോട്ട് ചോദിക്കരുത്, ഹത്താ ഉഹദിസ ലക മിൻഹു ദിക്റ, ഞാൻ താങ്കൾക്ക് അതേക്കുറിച്ചുള്ള ഉത്ബോധനം പറഞ്ഞു തരുന്നത് വരെ, അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളേണ്ട, അതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണെന്ന്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നത് വരെ ഒരു ചോദ്യവും ഇങ്ങോട്ട് ചോദിക്കരുത് എന്ന് മൂസ അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു ഗുരുനാഥനായ ഖദിർ. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ഷമിക്കാൻ കഴിയില്ലാത്ത കാര്യങ്ങളാണ്. പ്രത്യക്ഷത്തിൽ ആന്തരജ്ഞാനം, പൊരുളറിയുക എന്നതൊക്കെ സംഭവിക്കാത്ത ആളുകൾക്ക് സഹിക്കാൻ കഴിയാത്തതാണ് പ്രത്യക്ഷത്തിൽ താങ്കൾ കാണാൻ പോകുന്നത് എന്ന് സൂചന നൽകുകയാണ്. അതുകൊണ്ട് തന്നെ എന്തു ചെയ്താലും എന്നോട് ചോദ്യം ചെയ്യരുത്,
എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അനുഗമിക്കുവാൻ ഖളിർ അനുവദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബാക്കി അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആയത്തുകൾ ശരിയായി മനസ്സിലാക്കുവാൻ, പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ, സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.